ഇതിലെനിക്കൊരു വ്യത്യസ്ത അഭിപ്രായമുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ DC ബുക്സിനെതിരെ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് EP ജയരാജൻ. സമൂഹത്തിൽ തേജോവധം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രചരണ ആയുധം നൽകുന്നതിന് വേണ്ടിയാണ് ആത്മകഥ എന്ന നിലയിൽ DC ബുക്സ് പുറത്തുവിട്ട സർവ്വ പോസ്റ്റുകളും ആത്മകഥാ ഭാഗങ്ങളും പിൻവലിക്കണം. നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് തെറ്റ് പരസ്യപ്പെടുത്തണമെന്നും ആവശ്യം. അല്ലാത്ത പക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നൊരു വക്കീൽ നോട്ടീസ് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൽ DC ബുക്സും പെട്ടു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്ത് ഇപ്പോൾ ഏകദേശം 12 മണിക്കൂറാവുന്നു. ഇതിനിടയിൽ DC ബുക്സ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടില്ലെന്ന് മാത്രവുമല്ല, ഇതാദ്യമായി ഒരു DC ബുക്സിനെ പോലെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച അരനൂറ്റാണ്ടു കാലത്തെ പ്രസാധന ചരിത്രമുള്ള ഒരു പ്രസ്ഥാനം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് പ്രകാശന കർമ്മം നിർവഹിക്കാൻ നിശ്ചയിച്ചു എന്ന് പറഞ്ഞത് തിരുത്തിയിരിക്കുന്നു. നിർമ്മിതിയിലെ സാങ്കേതിക പിഴവ് കാരണം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് നിർമ്മിതിയിലെ സാങ്കേതിക പിഴവ്? നിർമ്മിതിയിലെ സാങ്കേതിക പിഴവ് മൂലം DC ബുക്സ് ഇതിന് മുമ്പ് ഏതെങ്കിലും ബുക്ക് പിൻവലിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ പരസ്യപ്പെടുത്തിയതിനു ശേഷം അങ്ങനെ പുസ്തക പ്രകാശന കർമ്മത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടോ? അപ്പോൾ DC ബുക്സ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രകാശന കർമ്മത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. 2, DC ബുക്സിന് ഇങ്ങനെയൊരു കരാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ കരാർ രേഖാമൂലം ഒപ്പുവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനെ ഒരു പക്ഷേ നിയമപരമായി നേരിടാൻ വേണ്ടി DC കയ്യിൽ കരുതി വെച്ചിരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ നോട്ടീസ് നിൽക്കില്ല. ഈ നോട്ടീസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു ആത്മകഥ എഴുതാൻ DC ബുക്സിന് കരാർ നൽകിയിട്ടില്ല. EP ജയരാജൻ ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നു, മാതൃഭൂമിയെയും ഒപ്പം DC ബുക്സിനെയും താൻ സമീപിച്ചിരുന്നു. അഥവാ അവർ ഇങ്ങോട്ട് സമീപിച്ചു, രണ്ടുപേരോടും ആലോചിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം മാതൃഭൂമിക്ക് കൊടുക്കാം എന്നൊരു ആലോചനയുണ്ടായിരുന്നു. അതിനിടയിലാണ് DC ബുക്സിൻ്റെ ഈ പരസ്യമുണ്ടാവുന്നതും ഈ വിവാദങ്ങൾ ഉണ്ടാവുന്നതുമെന്നാണ്. നമുക്കറിയാമല്ലോ, P ജയരാജൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ബുക്സാണ്. ആ മാതൃഭൂമി ബുക്സ് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനകം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചർച്ചാ വിഷയമായി. അതുകൊണ്ട് തന്നെ മാതൃഭൂമി P ജയരാജൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ തൻ്റെ പുസ്തകം DC ബുക്സ് പ്രസിദ്ധീകരിക്കട്ടെ എന്ന് സ്വാഭാവികമായി EPക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് DC വാണിജ്യതന്ത്രത്തിൻ്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തിയെന്നാണ് പൊതുവെയുള്ള സംസാരം. എനിക്കതിൻ്റെ വസ്തുത അറിയില്ല. കാരണം DC ബുക്സിൻ്റെ സൈറ്റിൽ നിന്നല്ല ഈ PDF ചോർന്ന് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് നമ്പർ 1. ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന 181 പേജിൽ ഒരിടത്ത് പോലും DC ബുക്സിൻ്റെ ഒരു പരാമർശവുമില്ല. ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് വീണ് കിട്ടിയിരിക്കുന്നതാണ്. ആകെയുള്ളത് DC ബുക്സ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പങ്കുവച്ചിരിക്കുന്ന കട്ടൻ ചായയും പരിപ്പു വടയും എന്ന തലക്കെട്ടിലുള്ള EMSൻ്റെയും EP ജയരാജൻ്റെയും ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു കവർ ചിത്രം മാത്രമാണ്. ആ കവർ ചിത്രത്തിൽ ഇതിൻ്റെ ഉള്ളടക്കമേ ഇല്ല. ആ കവർ ചിത്രം പക്ഷേ EP ജയരാജൻ നിഷേധിക്കുന്നുണ്ട്. ആ തലക്കെട്ട് EP ജയരാജൻ നിഷേധിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു തലക്കെട്ട് ഞാൻ ഇട്ടിട്ടില്ല എന്ന് EP ജയരാജൻ പറയുമ്പോൾ 2-3 ചോദ്യങ്ങളുണ്ട്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ആ എഴുത്തുകാരൻ്റെ അവകാശമാണ് ആ എഴുത്ത് എഴുതി തീരുന്നതിനു ശേഷം തൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ഇത് പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിക്കാം എന്ന് പ്രസാധകൻ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതുവരെ അത് എഴുത്തുകാരൻ്റെ സ്വകാര്യതയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് നാളെ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു കഥ എഴുതിയാലും അല്ലെങ്കിൽ ഒരു ആത്മകഥ എഴുതിയാലും ആ ആത്മകഥയിലെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു DTP ഓപ്പറേറ്റർക്ക് കൊടുത്ത ആ DTP ഓപ്പറേറ്റർ അത് പുറത്തുവിട്ടാൽ, അത് പൂർണ്ണമായ അനുമതി വാങ്ങാതെ ഒരു പ്രസാധക സംഘം പ്രസിദ്ധീകരിച്ചാൽ അത് എഴുത്തുകാരനോട് ചെയ്യുന്ന അവഹേളനമാണെന്നാണ് എൻ്റെ നിലപാട്. കാരണം ആ എഴുത്തുകാരൻ അവസാനത്തെ നിമിഷത്തിലാണ് വേണ്ടത്ര കൂട്ടിച്ചേർക്കലുകൾ വരുത്തുക, അതല്ലെങ്കിൽ വേണ്ടത്ര ഒഴിവാക്കലുകൾ നടത്തുക. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കാനും കൂട്ടിച്ചേർക്കാനുമുള്ള ഒരു അവസരം എഴുത്തുകാരനു നൽകാതെ ആ പുസ്തകത്തിലെ വിവാദമായ ഭാഗങ്ങൾ DTP സെൻറ്ററിൽ നിന്ന് അതല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്ത ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. അത് കേവലം വാണിജ്യതന്ത്രമല്ല. വാണിജ്യതന്ത്രമല്ലെന്ന് പറയാനുള്ള കാരണം 181 പേജ് 200 പേജോളമാണ് തൻ്റെ ആത്മകഥയിലുള്ളതെന്ന് EP ജയരാജൻ പറയുന്നു. അതിൽ 200 പേജ് ആയിക്കഴിഞ്ഞു. ഇനി 1-2 ദിവസം കൊണ്ട് ബാക്കി പേജ് കൂടെ എഴുതി അത് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ 181 പേജും പുറത്തേക്ക് വിട്ടാൽ ഈ പുസ്തകം ആര് വാങ്ങും? ഈ പുസ്തകം ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു. PDF കേരളത്തിലെ മിക്കവാറും എല്ലാ മാധ്യമപ്രവർത്തകരുടെ കൈകളിലും എത്തിക്കഴിഞ്ഞു. ഇത് വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിച്ചു കഴിഞ്ഞു. ആ പുസ്തകം ഇനി വാങ്ങാനായിട്ട് ആരെങ്കിലും DC ബുക്സിൽ പോയി വാങ്ങേണ്ടതില്ല. അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഓൾറെഡി അവൈലബിൾ ആയി കഴിഞ്ഞു. അപ്പോൾ അതൊരു വാണിജ്യതന്ത്രം എന്ന നിലയിൽ ഇത് പുറത്തുവിട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് പിന്നിലൊരു ആസൂത്രിതമായിട്ടുള്ള നീക്കമുണ്ട്. അത് DC ബുക്സിന് പിഴച്ചതാണോ? അതല്ല, EP ജയരാജൻ എഴുതാൻ കൊടുത്തയാളിൽ നിന്ന് ഇത്
ചോർന്നു പോയതാണോ, ഇക്കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലാണ് വ്യക്തമാകേണ്ടത്. പക്ഷേ ഇ.പി. ജയരാജൻ DGP കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇത് അന്വേഷിക്കണമെന്ന് പറയുന്നു. അത് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ് വെളിപ്പെടുത്തുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഇ.പി. ജയരാജൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പലതും ഇ.പി. ജയരാജന് പൊതുസമൂഹത്തോട് ചർച്ച ചെയ്യണമെന്ന് കരുതിയ വിഷയങ്ങളാണ്. പക്ഷേ അന്തിമമായി ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് ഏതൊക്കെയാണ് പാർട്ടി വിരുദ്ധം, പാർട്ടി അനുകൂലം എന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു അവസരം ഇ.പിക്ക് നിഷേധിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾക്കും അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചല്ലോ, എന്താണ് സർക്കാരിനെ കുറിച്ച് പറയുന്നൊരു കാര്യം, അതുപോലെ ഒന്നാം പിണറായി മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്, ഈ അഭിപ്രായം നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല എന്ന് തുടങ്ങിയ ഭാഗത്ത് രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പറയുന്നുണ്ട്, ഈ പറഞ്ഞതെല്ലാം മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിൻ്റെയും പ്രചാരണമാണെങ്കിലും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ സർക്കാരിനെതിരെ ഇ.പി. സംസാരിച്ചു എന്ന മട്ടിൽ അത് പ്രസിദ്ധീകരിച്ച് കിട്ടുക തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആരുടെ താല്പര്യമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ മാധ്യമങ്ങളും വലതുപക്ഷവും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം അതിൽ നടത്തി മാറ്റി. അതിൽ നിന്ന് ആദ്യത്തെ ഭാഗം മാത്രമാണ് ചേർക്കുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇതെൻ്റെ ആത്മകഥ എന്ന നിലയിൽ പൂർണ്ണമായിട്ടുമല്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു, ചില കാര്യങ്ങൾ വിവാദമാകും, ചില കാര്യങ്ങൾ പാർട്ടിക്ക് ചില അലോസരമുണ്ടാക്കും, പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. സംഘടനാപരമായി അദ്ദേഹം പാർട്ടിക്കുള്ളിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ പാർട്ടിക്കുള്ളിൽ ഇതിൻ്റെ അനുവാദം വാങ്ങിയിട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കുക. ആ ഘട്ടത്തിലേക്ക് പോലും എത്തിയിട്ടില്ല എന്നാണ് ഇ.പി. പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഉറച്ചു വിശ്വസിക്കുന്നത്, ഇ.പി. എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ, ഒരു എഴുത്തുകാരൻ്റെ തൻ എന്ത് എഴുതണം, എന്ത് കൂട്ടിച്ചേർക്കണം, എന്ത് അന്തിമമായി തൻ്റെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു എഴുത്തുകാരൻ്റെ അവകാശത്തെയാണ് യഥാർത്ഥത്തിൽ ഇതിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇത് ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. പക്ഷേ നോക്കൂ, നാളെ ഇ.പി. ഇത് പൂർണ്ണമായും നിഷേധിച്ചു കഴിഞ്ഞാൽ ഇ.പി. എഴുതുന്ന ആത്മകഥയായി പുറത്തു വരാൻ പോകുന്നത് മറ്റൊരു പുസ്തകമാണെന്നിരിക്കട്ടെ, ഈ പറഞ്ഞ ചർച്ച കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പുറത്തു വരാത്ത, ഇ.പി. ഓൺ ചെയ്യാത്ത ഒരു കണ്ടന്റാണ് ചർച്ച ചെയ്യുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ, എൻ്റെ സംശയം അതാണ്. അതിൽ നമ്മൾ ബാക്കി എന്താ, ഇത് ആർക്ക് വേണമെങ്കിലും ഈ DTP അടിച്ചു കയറ്റാവുന്നതേ ഉള്ളൂ. കാര്യം ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പില്ല, ഇതിൽ അദ്ദേഹത്തിൻ്റെ കൈയെഴുത്തല്ല. പുറത്തു വന്നിരിക്കുന്നത് കൈയെഴുത്തു പ്രതിയാണെങ്കിൽ കൂടുതൽ വിശ്വാസ്യതയുണ്ടാകും. പുറത്തു വന്നിരിക്കുന്നത് ഏതോ DTP സെൻറ്ററിലുള്ള വാചകമാണ്. ആ DTP സെൻറ്ററിലുള്ളത് അടിച്ചു കയറ്റാവുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാവുന്നത് ആർക്കും സാധ്യമാണെന്നിരിക്കെ അദ്ദേഹം പറയുന്നു, ഞാൻ സരിനെക്കുറിച്ച് എഴുതിയിട്ടില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്നതും പിന്നിലും കൂട്ടിച്ചേർക്കുമ്പോൾ സരിനെക്കുറിച്ച് എഴുതാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് അനുമാനിക്കാം. പക്ഷേ നോക്കൂ, ഇ.പി. ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് അന്തിമമായിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ചർച്ച ഇവിടെ അവസാനിച്ചില്ലേ? കാര്യം ഏതൊരു മനുഷ്യനും ആ സമയത്ത് തോന്നുന്നതാണല്ലോ എഴുത്തിൻ്റെ ഭാഗത്തിലുണ്ടാവുക. അതാകണമെന്നില്ലല്ലോ അവസാനം ഒരു പുസ്തകമായി പുറത്തിറങ്ങുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പാകമാകാത്ത പുസ്തകത്തെ വെച്ചുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ ആയുധമാക്കാനാണ് വരുന്നതെങ്കിൽ നിലവിലത് ഇമ്മെറ്റീരിയലാണ്, ഇങ്ങനൊരു ആത്മകഥയേ ഇല്ല എന്ന മട്ടിൽ ഇ.പി. പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് വലിയ വിവാദങ്ങൾക്ക് സാധ്യതയില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം കരുതലോടുകൂടി നീങ്ങുന്നത്. ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷം പോവാത്തതിൻ്റെ കാരണം ഈ കണ്ടന്റ് എവിടെ നിന്ന് വന്നു എന്നറിയില്ല. DC-യിൽ നിന്ന് ഈ കണ്ടന്റ് വന്നതായിട്ട് നമുക്കറിയില്ല. DGP-ക്ക് കൊടുത്ത പരാതി എന്താണ്? DGP-ക്ക് കൊടുത്തിരിക്കുന്ന പരാതി അന്വേഷിക്കണം എന്നുള്ളതല്ലേ? അല്ല, എന്താണ് ശരിക്കും വ്യക്തമായി പറയുന്നത്? DC-ക്കെതിരെ പറയുന്നുണ്ടോ? അന്വേഷിക്കണം. എങ്ങനെ ചോദ്യം അന്വേഷിക്കണം? എങ്ങനെ DC-ക്കെതിരെ പറയാൻ പറ്റും? ഈ പുസ്തകം ഇതിനകത്ത് DC-യുടെ പേരില്ല, പരാതിയില്ല. DC ബുക്സിനെതിരെ എങ്ങനെ പരാതി പറയും? കാര്യം DC ബുക്സിന്റെ ഏതെങ്കിലും ഒരു പ്രിന്റ് ഇതിനകത്തില്ല. അപ്പോൾ DC ബുക്സിന്റെ ഏതെങ്കിലും ഒരു വാട്ടർമാർക്ക് വേണ്ടേ? അല്ലെങ്കിൽ എവിടെയെങ്കിലും DC ബുക്സ് എന്ന് എഴുതണ്ടേ? അതില്ല. അപ്പോൾ DC ബുക്സിൻ്റെതാണ് എന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ സോഴ്സ് ഇല്ലാത്തൊരിടത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്ന PDF ഡോക്യുമെന്റാണ്. അതായത് ഈ അവസരവാദ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുടെ വിഷയവും ചർച്ചയാകുമല്ലോ. ഡോക്ടർ P. സരിൻ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അത് കിട്ടാതായപ്പോൾ ഇരുട്ടി വെളുക്കുമ്പോൾ മറുകണ്ഠം ചാടൽ, അതും അൻവറുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും, നേരത്തെ NK ബാലകൃഷ്ണന്റെ കാര്യം, 80-ലെ ഉദുമയെ പ്രതിനിധിച്ച കാര്യം, അവിടെ ജയിച്ച CPM-ലെ K. പുരുഷോത്തമനായിരുന്നു. ഈ ചരിത്രമൊക്കെ ഇതാ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ ഇത് നിൽക്കുമോ സ്മൃതി? എന്റെ ചോദ്യം ഇതാ. അല്ല, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ അത് അദ്ദേഹം അവസാനം ഇത് നീക്കം ചെയ്യാൻ ഈ കാര്യങ്ങൾ പുറത്തു വരുന്ന നേരത്തോടെ നേരമായല്ലോ. DC ബുക്സിന് അങ്ങനെ പറയാമല്ലോ. അങ്ങനെയാണ് ഇത് ഞങ്ങൾ എങ്ങനെ DC ബുക്സ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. DC ബുക്സ് പോലൊരു പ്രസാധകർ ഈ DC ബുക്സ് ഇത് പുറത്തുവിട്ടു എന്നൊരു അഭിപ്രായം എനിക്കില്ല. സ്മൃതിക്കുണ്ടോ? അല്ല, അങ്ങനെയാണ് DC ബുക്സ് പറയട്ടെ. ഇത് DC ബുക്സ് ഇന്നലെ പിന്നെ അപ്പോൾ താങ്കൾ തന്നെയല്ലേ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത കാര്യം? അത് കവർ പേജ് മാത്രമാണ്. അത് ഡിസോൺ ചെയ്തു ഇ.പി. അതിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതിലാണ് മാപ്പ് പറയണമെന്ന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആരാ മാപ്പ് പറയേണ്ടത്? ആരാണ്? DC വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിലാണെന്നേ.
നമ്മൾ ഈ വാർത്ത സമീപിക്കുമ്പോൾ നോക്കൂ, കവർ പേജ് മാത്രമാണ് നമ്മുടെ മുന്നിൽ മെറ്റീരിയൽ ആയിട്ടുള്ളത്. ആ കവർ പേജ് പിൻവലിച്ച് മാപ്പ് പറയണം, അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ പിൻവലിക്കണം എന്നുള്ളത്. ഇതിപ്പോൾ DC ബുക്സ് ഈ പുസ്തകം ഞങ്ങളല്ല പിന്നെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്, ഇതൊന്നുമല്ല ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന EP ജയരാജന്റെ പുസ്തകം DC ബുക്സ് പറഞ്ഞാൽ മതി. അതും വേണ്ട. ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്ത രേഖാപത്രം കാണിച്ചാൽ മതി. പ്ലസ് ഇത് മാത്രമല്ല, രേഖാപത്രം കാണിക്കുന്നിടത്ത് മാത്രം പ്രശ്നം കഴിയത്തില്ല. കാരണം ഇതിനകത്ത് കണ്ടന്റിൽ എഴുതി കയറ്റി വേണം. അതാണ് ഇത് മെയിലായിട്ട് അയച്ചിട്ടുണ്ടാവുക. ആ മെയിലൊക്കെ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് EP ജയരാജൻ കൈയെഴുതി, എന്നോട് EP ജയരാജൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എഴുതിയാണ് മറ്റൊരാൾക്ക് കൊടുത്തത്. അയാളത് DTP ഭാഷയും വാചകങ്ങളും ഒക്കെ ശരിയാക്കി DTP എടുത്ത് ആണ് വയ്ക്കുക. ആ DTP എടുത്ത് വെച്ചത് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. മാതൃഭൂമിക്ക് കൊടുക്കണോ DC ബുക്സിന് കൊടുക്കണോ തീരുമാനിച്ചിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഊഹിക്കുകയാണ്, അത് പറഞ്ഞിട്ടില്ല. DC ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. ഒരുപക്ഷെ DCയോട് പറഞ്ഞിട്ടുണ്ടാവാം, നമുക്ക് ആലോചിക്കാം. ഇത്രയും കണ്ടന്റ് എങ്ങനെയാണ് DC-യിലേക്ക് എത്തുന്നത്? DC-യിലേക്ക് എത്തിയിട്ടില്ല, എങ്ങനെ പറയാൻ പറ്റും എത്തിയെന്ന്? അങ്ങനെയാണെങ്കിൽ അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ DC പറയേണ്ടത് ഇത് ഞങ്ങളുമായി ബന്ധപ്പെട്ടൊരു കണ്ടന്റ് അല്ല എന്ന് പറഞ്ഞാൽ മതി. അതിതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ വേറെ കാര്യം കേട്ടോ, എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഫോണ്ട് എന്ന് പറയുന്നത് DC-യുടെ ഫോണ്ടാണ്. അതെങ്ങനെ വരും? ഈ ഫോണ്ട് DC-യുടെ ഫോണ്ടാണ്. കംപ്ലീറ്റ് ലേ ഔട്ട് കഴിഞ്ഞ ഒന്നാണ്. നോക്കൂ, ആരും നോക്കൂ, ഇതിനകത്തെ ടൈറ്റിലുകൾ, ഇതിനകത്തെ എല്ലാ ചിത്രങ്ങളും, എവരിത്തിങ് ഇത് ഫൈനലാണ്. ഫൈനലാണ്. നോക്കൂ, ഫൈനലാണെന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഒരു ടെക്സ്റ്റ് ഫൈനലായിട്ട് അനുമതി കിട്ടുക? അതൊന്നുകൂടി പ്രൂഫ് റീഡിങ് ഈ എഴുതി കൊടുത്തിരിക്കുന്നത് അത് അബദ്ധമുണ്ടോ, അതിൽ എന്തെങ്കിലും തരത്തിൽ തനിക്കെതിരെ വരാനുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെ നോക്കണമല്ലോ. അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഈ പറയുന്ന പരാമർശങ്ങൾ, ഇനി EP എഴുതിയതാണെന്ന് കരുതിയാൽ പോലും EP അത് എഡിറ്റ് ചെയ്തിട്ടല്ലേ ഇത് പുറത്തേക്ക് വിടൂ. അത്രേ ഉള്ളൂ. അങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ മാത്രമല്ലേ ഇത് പുസ്തകമാകൂ. അത്രേ ഉള്ളൂ. അപ്പോൾ മാത്രമല്ലേ അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടാവൂ. അതല്ലാതെ അങ്ങനെ EP തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് പുറത്തു വരണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ EP-ക്ക് പറയാനുള്ള കാര്യങ്ങൾ, EP എന്താണ്, EP-ക്ക് നിരാശയും ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ. EP-ക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. EP-ക്ക് ഇതൊന്നും പറയില്ല. EP എന്തിനാണ് പുസ്തകം എഴുതുന്നത്? EP എന്തിനാണ് പുസ്തകം എഴുതുന്നത്? EP എന്തിനാണ്, അല്ല സരി എന്നല്ല ഞാൻ പറഞ്ഞത്, EP എന്തിനാണ് പുസ്തകം എഴുതുന്നത്? EP എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ഇനി പറയാനുള്ള കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതുമെന്ന് എന്തിനാണ് EP നേരത്തെ പറഞ്ഞത്? EP-ക്ക് പറയാനുണ്ട് ചില കാര്യങ്ങൾ. സമയമാണ് ഞാൻ EP പറയാനുണ്ട് ചില കാര്യങ്ങൾ. പക്ഷെ എന്റെ കൺസേൺ ഇത്രയേ ഉള്ളൂ, ഇത് DC-യുടെ കയ്യിൽ നിന്ന് ചോർന്നതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കില്ല. Meet the editors.